ഹായ്, ഇന്ന് രാവിലത്തെ എൻ്റെ ഫുഡടിയും പരിപാടികളൊക്കെ എന്താണെന്ന് നോക്കുന്നത് ദോശയെ. അപ്പോൾ രാവിലെ പാലപ്പവും മുട്ട പുഴുങ്ങിയതും കടലക്കറിയായിരുന്നേ. അപ്പോൾ നോക്കിയപ്പോൾ നമ്മൾ നല്ല വരിക്കച്ചക്ക വെട്ടുന്നു. അപ്പോൾ അതും കുറച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡിന് എന്താണെന്ന് നോക്കാം. ഉച്ചയ്ക്ക് നല്ല മാമ്പഴ പുളിശ്ശേരി ഉണ്ടായിരുന്നു, നല്ല പഴുത്ത മാങ്ങയായിരുന്നേ. അപ്പോൾ അതും വഴുതനങ്ങ തോരനും പിന്നെ ചൂരമീൻ കറിയായിരുന്നു ഉച്ചക്കത്തെ ഫുഡ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചപ്പം 4 മണിയൊക്കെ ആയപ്പം പിന്നെ കാപ്പി കുടിക്കണമല്ലോ. അപ്പം കാപ്പിക്ക് നമുക്ക് കഴിക്കാൻ നല്ല അവൽ നനച്ചതുണ്ടായിരുന്നേ. അവൽ നനച്ചതും ചായയും കൂടെ ആയിരുന്നു വൈകിട്ട്. അപ്പോൾ അതെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. അപ്പം വൈകിട്ടൊരു ബിരിയാണി സെറ്റാക്കി. ബിരിയാണി കിറ്റായിട്ട് കിട്ടുമല്ലോ, അതിപ്പോൾ വാങ്ങിച്ച് നമ്മളിപ്പോൾ ഉണ്ടാക്കിയാണ്. അപ്പം വൈകിട്ട് അത് ദം ചെയ്യാനൊക്കെ ഉള്ള പരിപാടിയാണേ. അപ്പം അത്യാവശ്യം നമ്മൾ 2 കിറ്റ് വാങ്ങിച്ചായിരുന്നു കേട്ടോ. എല്ലാവരും കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പെട്ടെന്നൊരു പ്ലാൻ ആക്കി നമുക്ക് സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞേ. അപ്പം ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് 9 മണിയുടെ ഷോയ്ക്ക് പോകാനാണേ. പത്തനംതിട്ടയിലാണേ പോയത്, ധന്യരമ്മയിലെ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നേ. നമ്മളിപ്പം കണ്ട സിനിമയുടെ പേര് പറയാവേ. ടോവിനോയുടെയും മറ്റേ ബേസിൽ ജോസഫില്ലേ, പുള്ളിക്കാരൻ്റെയൊക്കെ ഒരു സിനിമ വിനീത് ശ്രീനിവാസനും ഉണ്ടായിരുന്നേ. അത് റെഡി എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ അപ്പൂൻ്റെ കൂട്ടുകാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോയത്. അപ്പൂക്ക് നേരത്തെ ബുക്ക് ചെയ്തായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അന്നേരം ബുക്ക് ചെയ്ത് കേട്ടോ. നല്ല സിനിമയായിരുന്നു കേട്ടോ. എല്ലാം അത്യാവശ്യം നല്ല കോമഡിയും എല്ലാം ഉള്ള ഒരു സിനിമയായിരുന്നു കേട്ടോ. അപ്പോൾ സിനിമയൊക്കെ കണ്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇതായിരുന്നു ഒരു ചെറിയ വ്ളോഗ്. ടാറ്റാ, ബൈ ബൈ, സി യു.